പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 30 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും കറണ്ട് അഫേഴ്സ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മാറ്റവും ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഓപ്പറേഷൻ ലോഞ്ച്ഡ് ബൈ കേരള സൈബർ സെൽ ടു പ്രിവെന്റ് ദി ഡിസമിനേഷൻ ഓഫ് ചൈൽഡ് പോൺ കണ്ടന്റ് ടു കർബ് സെക്ഷൽ വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ഓൺ 27 ഡിസംബർ 2020? 2020 ഡിസംബർ 27 കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി കുട്ടികളുടെ അശ്ലീല കണ്ടന്റ് പ്രചരിപ്പിക്കുന്നത് തടയാൻ കേരള സൈബർ സെൽ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ പി ഹണ്ട്. ഓപ്പറേഷൻ പി ഹണ്ടിൻ്റെ കംപ്ലീറ്റ് സൂപ്പർവിഷൻ ADGP മനോജ് എബ്രഹാം ആയിരുന്നു. ഇത് പ്രകാരം അറസ്റ്റ് ചെയ്താൽ IT ആക്ട് പ്രകാരവും പോസ്കോ ആക്ട് പ്രകാരവും കേസ് ചാർജ് ചെയ്യുന്നതായിരിക്കും. വിത്ത് സ്റ്റേറ്റ് വൺ ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് 2020? ഏത് സംസ്ഥാനമാണ് ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് 2020 നേടിയത്? ബീഹാർ സംസ്ഥാനമാണ് 2020 ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് നേടിയത്. പകർച്ചവ്യാധിയുടെ സമയത്ത് ബീഹാർ സഹായത മൊബൈൽ ആപ്പ് വഴി ബീഹാറിന് പുറത്ത് കുടുങ്ങിയ 21 ലക്ഷം തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം കൈമാറാൻ ബീഹാർ സർക്കാർ മുൻകൈയെടുത്തു. ഇത് പ്രകാരം പാൻഡമിക് കാറ്റഗറിയിൽ ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് 2020 ബീഹാർ സംസ്ഥാനത്തിന് ലഭിച്ചു. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇൻഡിജീനിയസ് ഫോം ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഒക്യുലർ ട്യൂമേഴ്സ് ഡെവലപ്ഡ് ബൈ ദി ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ മുംബൈ? ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ മുംബൈ വികസിപ്പിച്ച ഒക്കുലർ ട്യൂമറുകൾ ചികിത്സിക്കുന്നതിനുള്ള ആദ്യത്തെ തദ്ദേശീയ രീതി ഏതാണ്? റുത്തേനിയം 106 പ്ലേഗ്. റുത്തേനിയം 106 പ്ലേഗ് വഴി ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ നേത്ര ക്യാൻസർ തെറാപ്പി വിജയകരമായി ഉപയോഗിച്ചു. ഇൻ വിച്ച് സ്റ്റേറ്റ്സ് ദി യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ കണ്ടക്റ്റഡ് എ 2-day dry run for activities entailed in COVID-19 vaccination on 28th and 29th December 2020? COVID-19 വാക്സിനേഷൻ 2020 ഡിസംബർ 28-29 തീയതികളിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം 2 ദിവസത്തെ ഡ്രൈ റൺ നടത്തിയത് ഏത് സംസ്ഥാനങ്ങളിലാണ്? ആസാം, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത്. ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിൽ നിന്ന് ഗുജറാത്തും ഈസ്റ്റേൺ സൈഡിൽ നിന്ന് ആസാം, സദേൺ സൈഡ് ആന്ധ്രാപ്രദേശ്, നോർത്തേൺ സൈഡ് പഞ്ചാബ് എന്നീ 4 സംസ്ഥാനങ്ങളിലാണ് ഡ്രൈ റൺ നടത്തിയത്. ഇതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം COVID-19 വാക്സിൻ ഡെലിവറി സിസ്റ്റവും ലോജിസ്റ്റിക്കും പ്രൊക്യൂർമെൻറ്റ് ഇതെല്ലാം പെർഫെക്റ്റ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡ്രൈ റൺ നടത്തിയത്. സാധാരണ ഏതൊരു കമ്പനിയും അവരുടെ ഉൽപ്പന്നം പുറത്ത് ഇറക്കുന്നതിന് മുമ്പ് അവർ ഒരു ട്രയൽ നടത്താറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ കോവിഡ് വാക്സിൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻസും ഡെലിവറിയും ലോജിസ്റ്റിക്സും അതിൻ്റെ ഡ്രൈ റൺ 28-29 തീയതികളിൽ ഈ 4 സംസ്ഥാനങ്ങളിൽ നടത്തിയത്. ഹൂ വിൽ ബി റെപ്രസെൻറ്റേറ്റിംഗ് ഇന്ത്യ ആസ് എ മെമ്പർ ഓഫ് ദി ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ബോർഡ് ഫ്രം 1st January 2021 until 31st December 2023? ജനുവരി 1, 2021 മുതൽ ഡിസംബർ 31, 2023 വരെ ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ഗവി ബോർഡ് അംഗമായി ആരാണ് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡോക്ടർ ഹർഷ് വർദ്ധൻ. 2021 ജനുവരി 1 മുതൽ 2023 ഡിസംബർ 31 വരെ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യും. Exercise Skyros will be conducted between the Air Force of which 2 nations? ഏത് 2 രാജ്യങ്ങളിലെ വ്യോമസേനയ്ക്കിടയിൽ സ്കൈറോസ് എക്സസൈസ് നടക്കും?
ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. ഇന്ത്യൻ എയർഫോഴ്സും ഫ്രഞ്ച് എയർഫോഴ്സുമാണ് ജനുവരി 3rd വീക്കിൽ എക്സസൈസ് സ്കൈറോസ് ജോധ്പൂരിൽ നടത്തുക. റഫേൽ ഫൈറ്റർ ജെറ്റ്സും സുക്കോയ് ഫൈറ്റർ ജെറ്റ്സും ഈ എക്സസൈസിൽ പ്രധാന റോൾ വഹിക്കുന്നതാണ്. The center will be removing export restriction imposed on which among the following agriculture produce from 1st January 2021. 2021 ജനുവരി 1 മുതൽ ഏത് കാർഷിക ഉൽപ്പന്നം കേന്ദ്ര കയറ്റുമതി നിയന്ത്രണം നീക്കം ചെയ്യുന്നു? ഒനിയൻ. സവാളയാണ് 2021 ജനുവരി 1 മുതൽ അതിൻ്റെ കയറ്റുമതി നിയന്ത്രണം നീക്കം ചെയ്യുന്നത്. Name of the Indian tennis player awarded a singles wild card for the 2021 Australian Open. 2021 ഓസ്ട്രേലിയൻ ഓപ്പണിലെ വൈൽഡ് കാർഡ് ലഭിച്ച ഇന്ത്യൻ ടെന്നീസ് പ്ലെയറിൻ്റെ പേര്? സുമിത് നഗാൽ. സുമിത് നഗാൽ ആണ് 2021 ഓസ്ട്രേലിയൻ ഓപ്പണിലെ വൈൽഡ് കാർഡ് ലഭിച്ചത്. കൂടാതെ ആൻഡി മുറെ ബ്രിട്ടീഷ് പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയറിനും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് റാങ്ക്ഡ് ഇന്ത്യൻ സിംഗിൾസ് ടെന്നീസ് പ്ലെയറാണ് സുമിത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഹയസ്റ്റ് റാങ്ക് പ്രജ്നീഷ് ഗുണേശ്വരനാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.